എനിക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും പറ്റുന്നില്ല, നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുന്നത്രയും ഇളയ കൊച്ചൊരു 10-12 വയസ്സ് വരെ എനിക്ക് ജീവിച്ചിരിക്കണമെന്നൊരാഗ്രഹം അത്രേ ഉള്ളു. അത് സ്വന്തമായിട്ട് ഭിക്ഷ അയച്ച് തിന്നാനെങ്കിലും ഒരു അറിവാകുന്നതോടെ വരെയെങ്കിലും ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രം എല്ലാം നടക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റാരും ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. അതൊന്നും എനിക്കൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. വേദനകളെല്ലാം സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർക്കുമ്പോൾ മാത്രം ഈ 3 മക്കളെ ഇട്ടിട്ട് പോകാനൊരു ഭയങ്കര വിഷമത്തോടെയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല, പിന്നെ സഹായിക്കുന്നവരാരില്ല. ആരെങ്കിലും തന്നങ്ങനെ കുറച്ച് അരി അങ്ങനെയൊന്നും കൊണ്ടുതരും. പക്കരാക്ക് മരുന്നിനെങ്കിലും 5 പൈസ കയ്യിലിരിക്കുന്നില്ല. ഡയാലിസിന് പോയെങ്കിൽ അവിടുന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ അതിൽക്കും പൈസ ഇല്ല കയ്യിൽ. ആരെങ്കിലും ഞങ്ങൾക്കൊന്ന് സഹായിക്കും. ഞങ്ങൾക്കൊരു പുരയെങ്കിലും ഉമ്മാന്റെ വയലിലുള്ളത് എനക്ക് 2 പെണ്ണ് മക്കളൊരു ആനകിടാവുള്ളത്. ആഴ്ചയിലുള്ള 3 ഡയാലിസിസിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ. തന്റെ പൊന്നുമക്കൾക്ക് നല്ല വസ്ത്രങ്ങളോ ഭക്ഷണമോ നൽകാൻ കഴിയാത്തൊരു ഉപ്പയുടെ വേദനയാണ്. കിഡ്നി മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് കടന്നുവരാനും സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും ഭാവിയിലേക്കുള്ള കരുതലുമായി ഈ കുടുംബത്തിന് തണലേകാൻ കണ്ടെത്തേണ്ടത് 35 ലക്ഷം രൂപയാണ്. ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കൂടെ ഉണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. വലിയ വേദനയോടുകൂടിയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇവിടെ ഒന്ന് കയറിയപ്പോ, ഈ മക്കളെ കണ്ടപ്പോ, ഈ കുടുംബത്തെ കണ്ടപ്പോ, പ്രിയപ്പെട്ട യൂസഫ് എന്ന് പറയുന്ന സഹോദരന്റെ വാക്കുകൾ കേട്ടപ്പോ, തന്റെ മക്കൾക്ക് വേണ്ടി യൂസഫ് എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മളോട് പറഞ്ഞത്. തന്റെ മക്കള് വലുതാകുന്നവരെ, അവര് പറക്കമുറ്റ മക്കളാകുന്നവരെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം, ഈ മണ്ണിൽ അവരോടൊപ്പം ജീവിച്ചിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മളോട് പറഞ്ഞത്. തന്റെ മക്കൾക്ക് നല്ലൊരു വസ്ത്രം നൽകാനോ, നല്ല ഭക്ഷണം നൽകാനോ, മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനോ കഴിയാത്ത ഒരു പാവം ഉപ്പയുടെ വാക്കുകളാണ്. ആ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട യൂസഫ് എന്ന് പറയുന്ന സഹോദരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്നത് നമ്മളെല്ലാവരുമാണ്. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും കുറച്ച് ചെറുപ്പക്കാരുമാണ് യൂസഫിന്റെ ഡയാലിസിസിന് പോലുള്ള പൈസ പലപ്പോഴും നൽകുന്നത്. പ്രിയമുള്ളവരെ, 35 ലക്ഷം രൂപയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ പൊന്നു മക്കളുടെ മുഖം നിങ്ങളൊന്ന് ഓർക്കണം. ഈ പൊന്നു മക്കളുടെ മുഖം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കാണണം. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ പ്രിയപ്പെട്ട ഉപ്പ ജീവിക്കണം. എല്ലാവരും സഹായിക്കണം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉപ്പള കണ്ണാടിപ്പാറയിലാണ് യൂസഫും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ പൊന്നു മക്കൾക്ക് വേണ്ടി, അവരുടെ ഉപ്പയുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടി യാചിക്കണം. സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള അട്ടകോളി മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ഭാരവാഹികളും ഉസ്താദുമാരും മഹല്ലത്തുകാരും ഇവിടെയുള്ളത്. ഈ മഹല്ല് നിവാസിയായ യൂസുഫ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ രൂപത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ മഹല്ല് നിവാസിയാണ്. 2 വർഷമായി കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് കിഡ്നി മാറ്റിവെക്കലല്ലാതെ നിവൃത്തിയില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകി വളരെ പ്രയാസത്തിൽ പോകുന്ന കുടുംബമാണ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസ് ചെയ്തുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അദ്ദേഹം, കുടുംബത്തിൽ 3 മക്കളുണ്ട്. നേരാവണ്ണം ജോലിക്ക് പോകാനുള്ള ആരോഗ്യവും അദ്ദേഹത്തിനില്ല. ജീവിതം വഴിമുട്ടിയ രൂപത്തിൽ പ്രയാസത്തിലുള്ള ആ കുടുംബത്തിന് കരകയറ്റാൻ വേണ്ടി നിങ്ങളെല്ലാ ആളുകളും നല്ല രൂപത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ആ കുടുംബത്തിനെ ഒന്ന് കരകയറ്റാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
അട്ടകോട് ജമാഅത്തിന്റെ മഹദിൽ പരിധിയിൽപ്പെട്ട യൂസഫ് എന്നവരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നല്ല ഒരു സുഖ ഈ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമാണ്. തീരെ പാവപ്പെട്ട കുടുംബമായ അദ്ദേഹത്തിന് വേണ്ടി കിഡ്നി മാറ്റിവെക്കലിന് വേണ്ടി എല്ലാവരും കൂടി നല്ല രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അട്ടോളി ജമാഅത്തിൽപ്പെട്ട നമ്മുടെ കണ്ണാടിപ്പാറയിൽ താമസിക്കുന്ന യൂസഫ് എന്ന സഹോദരന് അദ്ദേഹത്തിന് ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും ഫെയിലായി. സാമ്പത്തികമായിട്ട് ഏറെ പരാധീനത അനുഭവിക്കുന്ന ആ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ 3 കുഞ്ഞുങ്ങളെ കരുതിയെങ്കിലും നമുക്ക് അദ്ദേഹത്തെ കാര്യമായിട്ട് സഹായിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിന് അദ്ദേഹത്തിന് ആ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ട വലിയൊരു എമൗണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് സംഭരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസഫ് എന്ന ഈ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ചെറിയ മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബമാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും, കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പുകളിലും, ഫാമിലി ഗ്രൂപ്പുകളിലും എത്തിച്ച് എത്രയും പെട്ടെന്ന് ഫണ്ട് ആക്കണം. ഈ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.